നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലിയിലാണ്. അവസാന ലാപ്പിലും തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ട ചൂടിന് ഇവിടെ യാതൊരു കുറവുമില്ല. കട്ടയ്ക്ക് നിൽക്കുകയാണ് മൂന്ന് മുന്നണികളും, UDFും LDFും NDAയും. മൂന്നാം വട്ടം അംഗത്തിനിറങ്ങുകയാണ് റോജി എം ജോൺ, സിറ്റിംഗ് MLA. നമുക്ക് നോക്കാം എങ്ങനെയാണ് അങ്കമാലിയിലെ പോരാട്ടം കനക്കുന്നത് എന്ന്. ചരിത്രപരമായി UDFിന് അല്പം മേൽക്കൈയുള്ള മണ്ഡലം. ചില കാലങ്ങളിൽ ഇടതുപക്ഷത്തിനോടൊപ്പവും ശക്തമായി മണ്ഡലം നിലയുറപ്പിച്ചിട്ടുണ്ട്. മണ്ഡല രൂപീകരണത്തിനു ശേഷം നടന്ന 15 തെരഞ്ഞെടുപ്പുകളിൽ 9 തവണയും UDF വിജയിച്ച അങ്കമാലി മണ്ഡലത്തിൽ 6 തവണ LDFും വെന്നിക്കൊടി പാറിച്ചു. അങ്കമാലിയിൽ തുടർച്ചയായി 3 തവണ ജയിച്ച പാരമ്പര്യമുള്ള PJ ജോയിക്ക് ശേഷം റോജി എം ജോണിലൂടെ മറ്റൊരു ഹാട്രിക് വിജയമാണ് UDF ലക്ഷ്യമിടുന്നത്. തുടർച്ചയായി 2 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച റോജി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ നിരത്തിയാണ് UDFിൻ്റെ പ്രചാരണം. ഇപ്പോൾ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അങ്കമാലിയിലാണ്. അങ്കമാലിയിൽ 2ാം വട്ടം കഴിഞ്ഞതായിപ്പോൾ 3ാം വട്ടത്തിലേക്ക് കിടക്കുകയാണ്. റോജി എം ജോൺ ജനവിധി തേടുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഭരണമുണ്ടായിരുന്നില്ല. റോജി എം ജോൺ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് ഭരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ MLA ആയിരുന്നു. എത്ര മാർക്ക് കൊടുക്കാം MLAക്ക്? അല്ല, MLAക്ക് മാർക്ക് കൊടുക്കേണ്ടത് ഞാനല്ലല്ലോ, അതൊക്കെ ജനങ്ങളാണ്. ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 5 വർഷം MLA ആയിരുന്നു. 9,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ജയിച്ചത്. 2ാം വട്ടം മത്സരിച്ചപ്പോൾ അത് ഏകദേശം 16,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമായി. 10 വർഷക്കാലം ജനങ്ങളുടെ കൂടെ മുഴുവൻ സമയവും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി, ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായി, വലിപ്പച്ചെറുപ്പമൊന്നും കൂടാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ആത്മവിശ്വാസം എനിക്ക് ഉണ്ട്. അതുപോലെ തന്നെ UDFിന് വളരെ വേരോട്ടമുള്ള UDFിൻ്റെ ഒരു കോട്ടയാണ് അങ്കമാലി. ആ കോട്ടയിൽ യാതൊരു വിള്ളലും ഉണ്ടാവില്ല. അപ്പോൾ മികച്ച രീതിയിലുള്ളൊരു വിജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. UDFിൻ്റെ കോട്ടയാണ്. പക്ഷേ കഴിഞ്ഞ ഇത്ര കാലം ഇവിടെ ഭരിച്ചു ഇടതുപക്ഷത്തു നിന്ന് വന്നിരുന്നത്, ഇടതുപക്ഷത്ത് നിന്ന് CPM വീണ്ടും അങ്കമാലിയിൽ വരികയാണ്. ഷാജു പോളിനെ ഇറക്കുകയാണ്. അങ്കമാലി പിടിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. അല്ല, ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്നൊക്കെ ഉള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. സ്ഥാനാർത്ഥി ആരാണെന്നൊന്നും നോക്കിയിട്ടല്ല, എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. ഞാൻ ആരാണെന്നുള്ളത് അങ്കമാലിക്കാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ് പറയണത് മികച്ച വിജയം ഉണ്ടാകുമെന്ന്. എന്തായാലും അടുത്ത 5 വർഷത്തേക്ക് അല്ല, അടുത്ത 10 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ പ്രതിപക്ഷത്തെ MLA ആയിട്ടാണ് ഇരുന്നത്. ഇനി അടുത്ത തവണ ഭരണപക്ഷത്തെ MLA ആയിരിക്കും. ഉറപ്പാണ്. ഭരണം പിടിക്കുമെന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടാവും. എല്ലാ ആശംസകളും. താങ്ക് യു. കഴിഞ്ഞ 2 തവണ ഘടകകക്ഷിയായ ജനതാദൾ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതിനാൽ CPM ഇത്തവണ സീറ്റ് ഏറ്റെടുത്ത് പെരുമ്പാവൂർ മുൻ MLA ഷാജു പോളിനെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. പെരുമ്പാവൂരിനെ നിയമസഭയിൽ തുടർച്ചയായി 3 തവണ പ്രതിനിധീകരിച്ച ഷാജുവിൻ്റെ അങ്കമാലിയിലേക്കുള്ള വരവ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ സഹായിക്കുമെന്ന് CPM ഉറച്ച് പ്രതീക്ഷിക്കുന്നു. അങ്കമാലിയിൽ ഇത്തവണ പോരാട്ടം കടക്കുകയാണ്. മുൻ MLA ശ്രീ ഷാജു പോളാണ് ഇത്തവണ അങ്കമാലിയിൽ പോരാടാൻ LDF നിയോഗിച്ചിരിക്കുന്നത്. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു ബോർഡ് കണ്ടു, അങ്കമാലിയിലെ ബ്ലോക്ക് മാറ്റണ്ടേ എന്ന്. അങ്കമാലിയിൽ ഗതാഗതത്തിനപ്പുറത്ത് എന്തെങ്കിലും ബ്ലോക്കുണ്ടോ? അങ്കമാലിയിൽ സഖാവ് AP കുര്യനും അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലും തുടങ്ങി വെച്ച പല കാര്യങ്ങളും അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ, ഒരു ഉദാഹരണം, നമ്മൾ അതിരാവിലെ സമയത്ത് എന്നെ നമ്മുടെ സഖാക്കൾ ആരോഗ്യപാത അവിടെ നടക്കാൻ കൊണ്ടുപോയി. അതിൻ്റെ ഓരം ചേർന്ന് പല കാര്യങ്ങൾ നമുക്ക് ബ്യൂട്ടിഫിക്കേഷൻ ആകാം, ഗാർഡനിങ് ആവാം, ആ തോട് നന്നാക്കാം. ഒരു കാര്യത്തിന് അടുത്ത ഘട്ടം വേണമല്ലോ. ഇപ്പോൾ നക്ഷത്ര തടാകം, അവിടെയും ഈ പറഞ്ഞ രീതിയിൽ KTDCയുടെ ഉൾപ്പെടെ ഒരു കെട്ടിടം അവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ഈ അച്ചടിച്ച പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നേട്ടങ്ങൾ ഈ 10 കൊല്ലം സർക്കാരിൻ്റെ നേട്ടമായിട്ട് അംഗീകരിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ മോഹൻലാൽ ആ ബെൻസെ ചാരി നിന്ന് താക്കോൽ കറക്കിയ കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല, യാതൊന്നും നടന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോൾ IIP കനാൽ, അതിൻ്റെയൊക്കെ പലവിധ പരാധീനതകളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ അനുവദിച്ച പല പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഇപ്പോൾ കാലടി സമാന്തര പാലം പണിയുന്നുണ്ട്. ആ റോഡ്, ആ പാലം വന്ന് എങ്ങോട്ട് വാഹനങ്ങൾ പോകും?
നമ്മൾ സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതല്ലേ. അവർ സിറ്റിംഗ് MLAയുടെ ഇടപെടൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിലൊക്കെ ഉണ്ടാവും. അതുപോലെ അങ്കമാലി ബൈപ്പാസ്, ഇനി ഇങ്ങോട്ട് വരേണ്ട നമ്മുടെ അല്ലെങ്കിൽ തുടങ്ങേണ്ട ശബരിപാതയുണ്ട്, അല്ലെങ്കിൽ മെട്രോ റെയിൽവേ ഉണ്ട്, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ അവശേഷിക്കുന്നു. അനുഭവ പരിചയമുള്ള ഒരു MLA ആയിരുന്നു. അതുകൊണ്ട് അങ്കമാലിക്ക് വേണ്ടി എന്താണ് മനസ്സിലുള്ളത്? അങ്കമാലി ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുള്ളൊരു വികസന സംസ്കാരം ഉണ്ടാകും. ഈ റവന്യൂ സംവിധാനത്തിലടക്കം മാറ്റം വരുത്താൻ വേണ്ട മുൻകൈ എടുക്കും. മറ്റൊരു പ്രധാന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ MLAമാർ, ഞാൻ 2001 ആദ്യം MLA ആകുമ്പോൾ അവിടെ നമ്മുടെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചു. അതിനു മുമ്പ് അങ്ങനെ ഒരു സംവിധാനമില്ല. എൻ്റെ പിതാവ് MLA ആയിരിക്കുമ്പോഴും MLA ഓഫീസ് എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഇത്രയധികം ഗവേൺസോ ഡിജിറ്റൽ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഓൺലൈൻ പ്രവർത്തനങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ പക്ഷേ അതൊന്നും എല്ലാവർക്കും അടുത്ത തലമുറയ്ക്ക് ഇതൊന്നും ആവശ്യം വരില്ല എന്നുള്ളത് വേറെ കാര്യം. എന്നാലും ഒരു കേന്ദ്രം MLA ഓഫീസ് ആ നിലയ്ക്കുണ്ടാവണം. അപ്പം ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് 15 കൊല്ലം പെരുമ്പാവൂരിൽ പ്രവർത്തിച്ചതുപോലെ അങ്കമാലിയിലും ഒരു ഓഫീസ് എനിക്ക് ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ അവസരം തരികയാണെങ്കിൽ ഉറപ്പായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ കാലടി എന്ന് പറയുന്നത് ഒരു സുപ്രധാന കേന്ദ്രമാണ്. കാലടി, മലയാറ്റൂർ, അതുപോലെ തന്നെ തൊട്ടടുത്ത് വിമാനത്താവളം, അപ്പോൾ സംസ്കൃത യൂണിവേഴ്സിറ്റി, അങ്ങനെയെല്ലാമുള്ള കാലടിയിലും ഒരു MLA ഓഫീസ് തുറക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. അത് കേരളത്തിൽ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഒരു MLAക്ക് ഒരു നിയോജകമണ്ഡലത്തിൽ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന 2 MLA ഓഫീസ് നമ്മുടെ അങ്കമാലിയിലായിരിക്കും ആദ്യമായി വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് അവസരം നൽകുകയാണെങ്കിൽ അതാണ് പ്രചരണം. അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കത്തിക്കയറുമ്പോൾ, കൊണ്ടും കൊടുത്തും മുന്നണികൾ മുന്നേറുമ്പോൾ പൊതുവെ ഉള്ളത് ഇടതുപക്ഷത്തിനെതിരായ ഒരു വികാരം പൊതുവെ സംസാരിച്ചു കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ? അങ്ങനെ ഇവിടെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു വികാരമില്ല. യഥാർത്ഥത്തിലുള്ള യുദ്ധവിരുദ്ധ വികാരമാണ്. അതിൻ്റെ കാര്യകാരണം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറാൻ 1 കോടി രൂപയുടെ കറൻസി ഇറക്കിയാണ്. 635 രൂപ മറ്റേ അതിന് വിലയുള്ളൂ. വെനീസുലയിൽ 10 ലക്ഷം രൂപയുടെ കറൻസി ഇറക്കിയിട്ട് ഒരു ബ്രെഡ് വാങ്ങാൻ പോലെ ഒരു തികയില്ല. യുദ്ധത്തിനെതിരായ വികാരമാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഉള്ളത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് വെറുതെ പറയുകയാണല്ലോ. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല നമ്മുടെ ടൗൺഷിപ്പ് ഭാഗികമായി തുറന്നു കൊടുത്തു. നമ്മുടെ വയനാട്ടിലെ തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പെരുമ്പളം പാലം തുറന്നു കൊടുത്തു. ചെല്ലാനത്തെ കടൽ ഭിത്തി, അങ്ങനെ അങ്ങ് എടുത്ത് പരിശോധിച്ചാൽ പെൻഷൻ വിതരണവും ഇതുവരെ ട്രഷറി പൂട്ടിയിട്ടില്ലല്ലോ. സാമ്പത്തിക ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രഷറി പൂട്ടും, പെൻഷൻ നിൽക്കും, റേഷൻ നിൽക്കും എന്നൊക്കെ പ്രചരിപ്പിച്ചെങ്കിൽ അതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു 3ാം പിണറായി സർക്കാർ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ അതാണല്ലോ ജനങ്ങളുടെ ഒരു മനോഭാവം. അതാണെങ്കിൽ നമുക്കത് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൽ സാജു പോളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കോൺഗ്രസ് CPM നേർക്കുനേർ പോരാട്ടമായതിനാൽ ഇക്കുറി മത്സരത്തിന് പതിവിലും വാശിയേറുമെന്ന് ഇരുമുന്നണികളും കണക്കുകൂട്ടുന്നു. NDAയുടെ കരുത്തറിയിക്കാൻ 2020യുടെ പ്രോമി കുര്യാക്കോസും മത്സരരംഗത്തുണ്ട്. അങ്കമാലിയിലെ NDA സ്ഥാനാർത്ഥി പ്രോമി കുര്യാക്കോസാണ് നമ്മോടൊപ്പം. എങ്ങനെ കാണുന്നു തെരഞ്ഞെടുപ്പിന്? നന്നായിട്ട് കാണുന്നു, പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവാണ്. ജനങ്ങൾ സത്യത്തിൽ മടുത്തു. ഇവർക്കൊരു മാറ്റം വേണം. അപ്പോൾ നമ്മുടെ ആയാലും നമ്മുടെ മുദ്രാവാക്യമായാലും മാറാത്തത് മാറും എന്നുള്ളതാണ്. സോ ജനങ്ങൾ ഉള്ളിൽ ചിലവർക്ക്, പല ജനങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം ജനങ്ങൾക്ക് ഇത് പറയാൻ പറ്റണില്ല തുറന്ന്. അവരെന്നോട് പേഴ്സണലി എന്നോട് വിളിച്ച് പറയുന്നുണ്ട്, റോമി ഒരു മാറ്റം വേണം, മടുത്തടാവന്മാരെ കൊണ്ടെന്ന്. ആ മാറ്റത്തിന് അങ്കമാലിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? മാറ്റം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അത്യാവശ്യം ഇവിടെ നടക്കേണ്ടതെന്ന് നമ്മുടെ ബ്ലോക്ക് മാറുക എന്നുള്ള. ഇന്ന് കേരളത്തിൽ അങ്കമാലി കൂടെ കിടന്നു പോകണം, അങ്കമാലി കാലടി കൂടെ കിടന്നു പോകണം എന്ന് പറയുന്നത് പലർക്കും ഒരു ഭീഷണിയായിട്ട് മാറിയേക്കാണ്. അപ്പോൾ ബ്ലോക്ക് മാറ്റണം, അതിന് ബൈപ്പാസ് വരണം. ഒരു പ്ലാൻ പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 20 വർഷമായിട്ട് അങ്കമാലിയിൽ നിന്ന് ഒരു പ്ലാൻ, ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല. അതാണ് ആദ്യം കൊടുക്കേണ്ടത്. എന്നോട് ഞങ്ങളുടെ ചെയർമാൻ സാബു ജേക്കബും നരേന്ദ്രമോദിജിയുമായിട്ട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ എന്നോട് പറഞ്ഞത്, നിങ്ങൾ വൃത്തിയായിട്ടുള്ളൊരു പ്രൊജക്റ്റും അതിൻ്റെ എസ്റ്റിമേഷനും തന്നാൽ നിങ്ങൾക്ക് ബൈപ്പാസ് ഞാൻ അനുവദിക്കുമെന്ന് പുള്ളി വാക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ ഞാനിപ്പോൾ പറഞ്ഞത്, അവർക്ക് അവിടെ സാധിക്കുമെങ്കിൽ നമ്മുടെ അങ്കമാലി പഞ്ചായത്തിൽ, അങ്കമാലി നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക്, സാധാരണ ചെറുകിട കച്ചവടക്കാർ, ഇവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി പെരുമാറാൻ പറ്റണമെന്ന്. ഞാനൊരു കച്ചവടക്കാരൻ, ഒരു ചെറുകിട കച്ചവടക്കാരനാണ് ഞാൻ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ഇതൊക്കെ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. വികസന മുന്നേറ്റമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഒരു യുവ നേതാവ് കൂടിയാണ്. ഞാൻ ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിക്കുകയാണ്.
മിക്കയിടത്തും BJP മത്സരിച്ച ഇടങ്ങളിലാണ് 2020 തവണ മത്സരിക്കുന്നത്. അതൊരു ഡീല് LDFും UDFും ആരോപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡീല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നേതാവ് ഗോപിച്ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ ഡീലാണ്, നിങ്ങൾ പറഞ്ഞ ശരി. ആ ഡീല് ഞങ്ങൾ ജനങ്ങളായിട്ടാണ് ഞങ്ങളുടെ ഡീല്. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ അടിസ്ഥാന ജനവർഗ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഡീലിലാണെന്ന്. അവരുടെ പ്രശ്നങ്ങൾ, അവർ സഹിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ജനങ്ങളായിട്ടാണ് ഡീല്. വേറെ ഡീലിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, എല്ലാ വിജയാശംസകളും. താങ്ക് യു. അങ്കമാലി നഗരസഭയും 8 പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് അങ്കമാലി നിയോജക മണ്ഡലം. 7 പഞ്ചായത്തിൽ UDF ആണ് ഭരണത്തിൽ. അയ്യമ്പുഴ പഞ്ചായത്തിൽ ചെറിയ സീറ്റ് വ്യത്യാസത്തിലാണ് UDFന് ഭരണം നഷ്ടമായത്. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാതെ UDF ഭരണമാണ്. ഇന്നത്തെ അങ്കമാലി മണ്ഡലം ആദ്യം കോറകുളങ്ങര എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിലെ MA ആൻ്റണി വിജയിച്ചു. 1965 ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി അങ്കമാലി എന്ന പേരിൽ മണ്ഡല പുനർനിർണ്ണയം നടത്തിയതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിലെ ജോൺ C പാത്താടൻ ജയിച്ചെങ്കിലും ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാതിരുന്നതിനാൽ നിയമസഭ ചേരാതെ തന്നെ പിരിഞ്ഞിരുന്നു. 67 തെരഞ്ഞെടുപ്പോടെയാണ് അങ്കമാലി മണ്ഡലത്തിൽ ഇടതുപക്ഷം കരുത്താർജിക്കുന്നത്. CPMൻ്റെ അതികായനും മുൻ നിയമസഭാ സ്പീക്കറുമായ AP കുര്യൻ മണ്ഡലം പിടിച്ചെടുത്തതോടെ അങ്കമാലിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം തുറന്നു. തുടർന്ന് 1982 വരെ 4 തവണ തുടർച്ചയായി കുര്യൻ MLA ആയി. അങ്കമാലിയിൽ ഏറ്റവും കൂടുതൽ തവണ ജനപ്രതിനിധിയായതും AP കുര്യനാണ്. 15 വർഷത്തോളം മണ്ഡലത്തെ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കോട്ടയായി നിലനിർത്തി. 1982 കേരള കോൺഗ്രസിലെ MV മാണിയിലൂടെ UDF വീണ്ടും മണ്ഡലം സ്വന്തമാക്കി. 1987 CPMലെ MC ജോസഫൈനെ പരാജയപ്പെടുത്തി മാണിയും മണ്ഡലം നിലനിർത്തി. 1991 കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നതോടെ MV മാണി ഇടതു സ്ഥാനാർത്ഥിയായി. കോൺഗ്രസ് ആകട്ടെ PJ ജോയിയെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം തിരിച്ചുപിടിച്ചു. തുടർന്ന് 3 തവണ തുടർച്ചയായി ജോയി അങ്കമാലിയുടെ MLA ആയി. 2006 രാഷ്ട്രീയ സാഹചര്യം വീണ്ടും മാറി. ജനതാദൾ S സ്ഥാനാർത്ഥിയായ ജോസ് തെറ്റയിൽ വിജയിച്ചതോടെ 15 വർഷത്തെ UDF ആധിപത്യം അവസാനിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയം ആവർത്തിച്ച് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി ഉറപ്പിച്ചു. 2016 തെരഞ്ഞെടുപ്പിലാണ് അങ്കമാലി വീണ്ടും UDFിലേക്ക് ചാഞ്ഞത്. കോൺഗ്രസിൻ്റെ യുവമുഖമായ റോജി M ജോൺ JDSലെ ബെന്നി മൂഞ്ഞേരിയെ 9186 വോട്ടിന് പരാജയപ്പെടുത്തി മണ്ഡലം വീണ്ടെടുത്തു. 2021 വീണ്ടും മത്സരിച്ച റോജി ജോസ് തെറ്റയിലിനെ 15929 വോട്ടിന് തോൽപ്പിച്ച് മണ്ഡലം നിലനിർത്തി. ഇത്തവണ തെരഞ്ഞെടുപ്പിലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് റോജി. അങ്കമാലി റോജിയുടെ സ്വപ്നങ്ങൾക്കൊപ്പമാണോ എന്നറിയാൻ അല്പം കാത്തിരിക്കാം. അങ്കമാലിയുടെ വികസന പന്ഥാവിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കുമെന്നുള്ള വാഗ്ദാന പെരുമഴയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ജനഹിതമറിയാൻ ഇനിയും നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ആർക്കനുകൂലമായാണ് അങ്കമാലിയുടെ വോട്ടർമാർ ചിന്തിച്ചത് എന്നും നാം ഇനി അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊരു നിയോജകമണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.